പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, ഈ വിശുദ്ധ ദിവസം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും സർവശക്തനായിരിക്കുന്ന ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഉയരത്തിലെ ജ്ഞാനം എന്നതാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ജ്ഞാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യനിൽ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നന്നായി അവന് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉയരത്തിലെ ജ്ഞാനം, വ്യക്തമായ അറിവ്, അത് ശരിയായി ഗ്രഹിക്കുവാനായിട്ട് ശലോമോൻ ജ്ഞാനിക്ക് ദൈവം കൃപ നൽകിയെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലൂടെ ഈ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൽ മാത്രമാണ് ജ്ഞാനവും വിവേകവും ബുദ്ധിശക്തിയും ശരിയായി കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഉയരത്തിലെ ജ്ഞാനം നമുക്ക് ആവശ്യമെന്ന് നാം ഓരോരുത്തരും ഗ്രഹിക്കുകയും അറിയുകയും ചെയ്യുന്നു. നിഗമനങ്ങളെക്കുറിച്ചുള്ള അറിവല്ല യഥാർത്ഥ ജ്ഞാനം. പിന്നെ എന്താണ്? മുഖാന്തരങ്ങളെക്കുറിച്ചും പ്രഥമ മൂല്യത്തെ പറ്റിയുമുള്ള അറിവാണ് ജ്ഞാനം. അപ്പോൾ ശരിയായ ഒരു ജ്ഞാനം ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം എന്നതാണ്. എന്താണ് ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത? തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു: മനുഷ്യന്റെ അറിവ് ഏറ്റവും ഉന്നതിയിലെത്തുമ്പോൾ അവൻ പരിജ്ഞാനമുള്ളവനായി മാറുന്നു. അപ്പോൾ മനുഷ്യനിലെ അറിവ് അത് ഓരോ ദിവസവും വളർന്ന് ഉന്നതിയിലെത്തുമ്പോഴാണ് പരിജ്ഞാനത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുവാനിടയായി: നിത്യതയെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് പ്രവർത്തിച്ച് ഒടുവിൽ അവൻ മരണപ്പെടും. മരണത്തിനപ്പുറമായ ഒരു നിത്യത ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് ശരിയായ ജ്ഞാനമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്ലേറ്റോയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിത്യതയെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, പിന്നെ നീതിയും എല്ലാവിധമായ സൽഗുണങ്ങളും പരിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നു. നീതിയും എല്ലാവിധമായിരിക്കുന്ന സൽഗുണങ്ങളും പരിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജ്ഞാനം ഏറ്റവും ആവശ്യമാണ്. ആ ജ്ഞാനം ഓരോ ദിവസവും ആർജിച്ചെടുക്കേണ്ടുന്നത് സൽഗുണങ്ങളിലൂടെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെയാണെന്ന് വേദപുസ്തകത്തിലൂടെയും അതുപോലെ ചിന്തകരായ ദൈവശാസ്ത്ര പണ്ഡിതന്മാരായ പലരിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെ അറിയുന്നതാണ്
യഥാർത്ഥ ജ്ഞാനം. ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. സദൃശവാക്യം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. യഹോവയാണ് ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നത് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ച ഒരു മനുഷ്യന് മാത്രമേ ഓരോ ദിവസവും ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ മുന്നിൽ തെറ്റായ കാര്യങ്ങൾ കടന്നു വരും, ശരിയായ കാര്യങ്ങൾ കടന്നു വരും. ഈ തെറ്റും ശരിയും ശരിയായി മനസ്സിലാക്കി ശരിയായ ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ജ്ഞാനത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യകരമായിരിക്കുന്ന ഒന്നാണ് ജ്ഞാനമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തെ അറിയുന്നത് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം. പലപ്പോഴും മനുഷ്യൻ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നവരാണ്, സ്വന്തം അറിവിൽ അവൻ ആശ്രയിക്കുന്നവരാണ്. വേദപുസ്തകം പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ്. അത് മാത്രമല്ല, കർത്താവിനോടുള്ള ഭക്തിയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ഭക്തി, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി കൊണ്ട്. നമ്മുടെ മക്കൾക്ക് ബുദ്ധി വളരുവാൻ, ജ്ഞാനമുണ്ടാകുവാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഭക്തിയിൽ മക്കളെ വളർത്തുക എന്നത് തന്നെയാണ്. അത് മാത്രമല്ല, വേദപുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. സദൃശവാക്യം 28-ാം അധ്യായം 26-ാമത്തെ വാക്യം. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. അപ്പോൾ ഓരോ ദിവസവും തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ജ്ഞാനത്തോടെ നടക്കുന്നവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനിയുടെ സ്വഭാവ വിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനിയോ ക്രോധത്തെ ശമിപ്പിക്കുന്നു, ക്രോധം ഇല്ലാതെയാക്കുന്നു. ദേഷ്യപ്പെട്ടു വന്നാലും അവിടെ ആ ദേഷ്യത്തെ മാറ്റുവാനായിട്ട് ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജ്ഞാനം ദൈവത്തിന്റെ ദാനമാണെങ്കിലും മാനസികമായി അലസരായവർക്ക് അത് ലഭിക്കുന്നില്ല. ജ്ഞാനം ദൈവത്തിന്റെ ദാനമാണ്, പക്ഷേ മാനസികമായി അലസതയോടുകൂടെ ജീവിക്കുന്നവർക്ക് ഈ ജ്ഞാനം ഒരിക്കലും ലഭിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അത് അലക്ഷ്യമായിട്ട് അലസതയോടുകൂടെ ജീവിക്കുന്നതല്ല, വളരെ ഗൗരവത്തോട്, വളരെ ഉത്തരവാദിത്വത്തോട് ജീവിത വിജയത്തിന്റെയും നാട്ടിന്റെയും ദേശത്തിന്റെയും രാജ്യത്തിന്റെയും എല്ലാ വിഭാഗത്തിലെ ജനങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് ഇവിടെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിശാല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിനെ ഓരോ ദിവസവും ജ്ഞാനത്തിലേക്ക് വളർത്തിയെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങൾ ഒരുങ്ങണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ശലോമോൻ ജ്ഞാനത്തെക്കുറിച്ചാണ്, ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ശലോമോൻ രാജാവാകുന്നതിന് തൊട്ടു മുമ്പ് താൻ ദൈവസന്നിധിയിൽ 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചു. 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു കുടുംബ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ആരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഞാനൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ. എൻ്റെ കീഴിൽ 10
ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ശരിയായ അഡ്വൈസ് നൽകി ജ്ഞാനത്തോടെ നയിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ഒരു സഭയിൽ 100 കുടുംബമുണ്ട്. ഈ 100 കുടുംബത്തെയും നീതിയോടും ന്യായത്തോടും പുലർത്തുവാൻ എനിക്ക് കൃപ നൽകണമേ. ഒരു പഞ്ചായത്ത് മെമ്പറായാലും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആരായിക്കൊള്ളട്ടെ, നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥന ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തീർച്ചയായും താഴ്ചയിലേക്ക് പോകുവാൻ കഴിയുകയില്ല. അവൻ ഉയർച്ചയും നന്മയും പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സഭയിലായാലും സമൂഹത്തായാലും നമ്മുടെ കുടുംബത്തിലായാലും ആ കുടുംബത്തെ നയിക്കുവാൻ, സമൂഹത്തെ നയിക്കുവാനൊക്കെ ഒരു പ്രത്യേക വിവേകം, ഒരു ജ്ഞാനം ഉയരത്തിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് തൊഴിലുറപ്പിൽ പോലെ ആയാൽ പോലും ജ്ഞാനത്തോട് ഉള്ളവരെ നിയന്ത്രിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വ്യത്യസ്തമായ ആളുകളായിരിക്കാം, വ്യത്യസ്തമായ സ്വഭാവമായിരിക്കാം, പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് നൽകും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ദൈവത്തെ അറിയുന്ന ആ വലിയൊരു ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ശലോമോൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ദർശനത്തിൽ ശലോമോന് പ്രത്യക്ഷനായി. ശലോമോനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് ആവശ്യം? നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതെല്ലാം ഞാൻ തരാം. അവൻ മറ്റൊന്നും ചോദിച്ചില്ല. അവൻ കാതലായ മർമ്മപ്രധാനമായ പ്രത്യേക ജ്ഞാനത്തിന് വേണ്ടി അവൻ ദൈവത്തോട് ചോദിച്ചു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ജ്ഞാനം അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ദൈവം പറയുകയാണ്, നിനക്ക് സകല സമ്പത്തും എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നിനക്ക് തരാമെന്നാണ്. എത്യോപ്യയിലെ രാജ്ഞി ശലോമോൻ രാജാവിന്റെ കൊട്ടാരം കാണുവാനും ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയുവാനും വേണ്ടി വന്നപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അമ്പരന്നു പോയെന്നാണ്. ശലോമോന്റെ സംവിധാനങ്ങളും ജ്ഞാനം കൊണ്ടുള്ള പ്രവർത്തനങ്ങളും കണ്ടിട്ട് വളരെ അമ്പരന്നു പോയി. അത്രത്തോളം ദൈവം ഉയർത്തി. ശലോമോൻ ഒരു മഹാനായിരുന്നു. ശലോമോൻ ഒരു സമ്പന്നനായിരുന്നു. ശലോമോൻ വിനയമുള്ളവനായിരുന്നു. ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ശലോമോന്റെ ജീവിതത്തിൽ വിവേകത്തോടുകൂടെ ഇടപെടുവാനായിട്ട് ശലോമോൻ രാജാവിന് കഴിഞ്ഞു. ചരിത്രം പഠിപ്പിക്കുന്നത് 40 വർഷക്കാലം ശലോമോൻ രാജാവായി സേവനം ചെയ്തിരുന്നതാണ്. ഒടുവിൽ 58-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ശലോമോൻ രാജാവ് 7 വർഷം കൊണ്ട് ദൈവാലയം പണി പൂർത്തിയാക്കി പ്രതിഷ്ഠിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ശലോമോനെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഉയരത്തിലെ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. നാം ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ ശരിയായി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആ ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് കഴിയണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നോളജ് ഈസ് എ പവർ. നോളജ് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, അറിവ് ശക്തിയാണ്. അറിവില്ല എങ്കിൽ യാതൊരു ശക്തിയും ഈ ഭൂമിയിൽ ഇല്ല എന്നതാണ്. നമുക്കറിയാം, പലപ്പോഴും മനുഷ്യൻ അറിവില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അറിവില്ലാത്തത് കൊണ്ട് അവൻ നശിച്ചു പോകുന്നു എന്നാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. ഞാൻ ആദ്യം വായിച്ച വാക്യമാണ്. ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു.
വേദപുസ്തകം പഠിക്കുമ്പോൾ രണ്ട് വേശ്യ സ്ത്രീകൾ ഒരു വീട്ടിൽ അവർ പാർക്കുകയാണ്. ഒരു സ്ത്രീ പ്രസവിച്ച് 3 ദിവസം കഴിയുമ്പോൾ മറ്റു സ്ത്രീയും പ്രസവിക്കുന്നു. മറ്റാരും ആ വീട്ടിലില്ല. എന്നാൽ ഒരു ദിവസം രണ്ടുപേരും 2 കുഞ്ഞുങ്ങളെയും അരികിൽ വെച്ച് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീ പെട്ടെന്ന് കുഞ്ഞിൻ്റെ പുറത്തേക്ക് ശരീരഭാഗം പറ്റി. അവിടെ കുഞ്ഞിൻ്റെ പുറത്ത് അമ്മ കിടന്നതുകൊണ്ട് കുഞ്ഞ് മരണപ്പെട്ടുപോയി. അർദ്ധരാത്രി ആയപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടുപോയി. അതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് ഈ അമ്മ അരികിൽ വെച്ചിട്ട് മരിച്ച കുഞ്ഞിനെ എടുത്ത് ആ അമ്മയുടെ അടുക്കലേക്ക് വെച്ചു. രാത്രിയിൽ ഉണർന്ന് നോക്കിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിലോ മറ്റൊന്നും കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയ്ക്കറിയാം, ഇത് യഥാർത്ഥ കുഞ്ഞല്ല എൻ്റെ അടുക്കൽ കിടക്കുന്നത്. എൻ്റെ കുഞ്ഞ് അവളുടെ അടുക്കൽ ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണെന്ന് അമ്മയ്ക്കറിയാം. പ്രഭാതത്തിൽ സൂക്ഷ്മതയോടുകൂടെ നോക്കിയെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സൂക്ഷ്മതയോടുകൂടെ നോക്കിയപ്പോൾ മനസ്സിലായി, ഇത് തൻ്റെ കുഞ്ഞല്ല. പ്രഭാതത്തിൽ ഉണർന്നിരിക്കാം, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിരിക്കാം. കാരണം 3 ദിവസത്തെ പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വേശ്യ സ്ത്രീക്ക് പോലും തൻ്റെ സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു എന്നതാണ്. എന്നാൽ അതേ സ്വഭാവത്തിലുള്ള മറ്റൊരു സ്ത്രീക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാമുകനോടൊപ്പം ഒളിച്ചോടുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലുക, സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് വേണമെങ്കിലും ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഭർത്താവുമായി പിരിഞ്ഞ് ജീവിച്ച ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ അടുത്തുള്ള പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇന്ന് നടക്കുകയാണ്. ജ്ഞാനത്തോട് പെരുമാറേണ്ടുന്നവർ, വിവേകത്തോട് ജീവിക്കേണ്ടുന്നവർ ജ്ഞാനമില്ലാതെ, ഭയമില്ലാതെ, ദൈവത്തിന്റെ കൃപയില്ലാതെ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇങ്ങനെ ഈ പ്രശ്നം രാജാവിന്റെ അടുക്കലെത്തി. രാജാവ് ഇവിടെ രണ്ടുപേരുടെയും പ്രശ്നം വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടു. ഒരുത്തി പറയുന്നു, ഇത് എന്റെ കുഞ്ഞാണ്. മറ്റൊരുത്തി പറയുന്നു, അല്ല, അവളുടെ കുഞ്ഞല്ല, അവളുടെ കുഞ്ഞ് മരിച്ച കുഞ്ഞാണ്, ജീവനുള്ള കുഞ്ഞ് എന്റെ കുഞ്ഞാണ്. അവസാനം രാജാവ് ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഒരു വാൾ കൊണ്ടുവരട്ടെ. ആ വാൾ കൊണ്ടുവന്ന് ഇതിനെ 2ആയി പിളർന്ന് 2 പേർക്കും കൊടുക്കുവാൻ പറയുമ്പോൾ യഥാർത്ഥ അമ്മ ഉറക്കെ നിലവിളിച്ച് പറയുകയാണ്, അല്ല രാജാവേ, അരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവൾ വളർത്തിക്കൊള്ളട്ടെ, എന്റെ കുഞ്ഞാണ്, അവൾ വളർത്തിക്കൊള്ളട്ടെ. ആ അമ്മയ്ക്ക് ആ വേദനയുണ്ട്. എന്നാൽ യഥാർത്ഥ അമ്മയല്ലാത്ത ആ സ്ത്രീ പറയുന്നു, അവൾക്കും വേണ്ട, എനിക്കും വേണ്ട, ഇത് 2ആയി പിളർത്തു, 2 പേർക്കായി കൊടുക്കുവാൻ പറയുമ്പോൾ രാജാവിന് മനസ്സിലായി, ഇത് യഥാർത്ഥ അമ്മ ആരാണെന്ന്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് ജനം കണ്ടിട്ട് അവനെ ഭയപ്പെട്ടു എന്നാണ്. നോളജ് ഈസ് എ പവർ. അറിവ് ശക്തിയാണ്. ഇവിടെ നല്ല ജ്ഞാനത്തോടുകൂടെ ശലോമോൻ ഈ കാര്യം ചെയ്തു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, അത് കുടുംബത്തിലായിരിക്കാം, സഭയിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, സമൂഹത്തിലും രാജ്യത്തിലും ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുഞ്ഞു പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോളജ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നോളജ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്.
ഈ ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന നോളേജ് നമ്മളെല്ലാവരും പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് ശലോമോനോട് പറയുവാനിടയായത്. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കാരണം എന്താണ്? നീ മറ്റൊന്നും എന്നോട് ചോദിച്ചില്ല. സമ്പത്ത് ചോദിച്ചില്ല, ശത്രു സംഹാരം നീ ചോദിച്ചില്ല, ദീർഘായുസ് നീ ചോദിച്ചില്ല. നീ ചോദിച്ചത് ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ നല്ല ഒരു ഹൃദയം വേണമെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനോടൊപ്പം ദൈവമെല്ലാം അവന് കൊടുത്തു എന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ ആർത്തി കൊണ്ട് എല്ലാം നേടുവാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ഇങ്ങനെ ഓടുമ്പോൾ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ജ്ഞാനം ശരിയായി അനുഭവിക്കുവാനോ ശരിയായി പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടുവരുവാനോ കഴിയുന്നില്ല. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒരുവന് ജ്ഞാനം കുറഞ്ഞു പോയാൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ അറിവ് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, വ്യത്യസ്തമായ ബുദ്ധിമണ്ഡലങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, കരയുന്ന കാക്കയ്ക്ക് കാട്ടിലെ മൃഗത്തിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം, ജ്ഞാനത്തോടെ ആകാശത്തെ വിരിച്ചവനായിരിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തോട് നമുക്ക് ജ്ഞാനം ചോദിച്ചാൽ ദൈവം നമുക്ക് ആവശ്യത്തിനുള്ള ജ്ഞാനം നൽകുമെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. ഒരു ജ്ഞാനമില്ലാതെ വിദ്യാഭ്യാസത്തിൽ വളരെ താഴെത്തട്ടിലായിരുന്ന എനിക്ക് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, സഭയിൽ ഓരോ സഭയിൽ പോകുമ്പോൾ ആ സഭയിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ, നീതിയുക്തമായി പ്രവർത്തിക്കുവാൻ, ദൈവം എന്നെ എവിടെയൊക്കെ ആക്കുന്നുവോ അവിടെ ഒക്കെ ശരിയായ വിധത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ജ്ഞാനം എനിക്ക് നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം കൊണ്ടാണ് ഇന്ന് കാണുന്ന വിധത്തിൽ സഭയെ നയിക്കുവാൻ ദൈവം എന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. എന്നെ ഒരുപാട് ഞാൻ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തോട് നിരന്തരം ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുവന് ജ്ഞാനം കുറഞ്ഞു പോയാൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അങ്ങനെയെങ്കിൽ കർത്താവേ, ഈ പഠനം വിജയകരമായി പൂർത്തിയാക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം നല്ല മാർക്കോട് വിജയിക്കുവാൻ ദൈവം അവസരം തന്നു. ഞാൻ പറഞ്ഞു വന്നത്, ജ്ഞാനം ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ജ്ഞാനം അലസമായി ജീവിക്കുന്നവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. അല്പജ്ഞാനം അപകടമാണ്. അല്പജ്ഞാനം അപകടമാണ്. ഇന്ന് അനേകർക്ക് അല്പജ്ഞാനം കൊണ്ട് എല്ലാം നേടാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അല്പജ്ഞാനം അപകടം എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് ശലോമോന് സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയ ജ്ഞാനം ദാനമായിട്ടാണ് നൽകിയത്. നമുക്ക് നൽകിയിരിക്കുന്ന ദാനമായിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഉപനിഷത്ത് പഠിക്കുമ്പോഴും ജ്ഞാനത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, അതായത് ഭഗവത്ഗീത 5-ാം അധ്യായം മുഴുവനും ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനത്തിലൂടെ മോക്ഷം നേടാമെന്ന ഒരു ചിന്ത തന്നെ ഉണ്ട് എന്നാണ്. അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഭവമാണ് ജ്ഞാനം. ഈ ജ്ഞാനം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് നൽകിയിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ദൈവം തന്നിരിക്കുമ്പോൾ, വിവേകത്തോടുകൂടെ ഓരോ ദിവസവും പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. 4-ാമത്തെ കാര്യം, നോളജ് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അറിവെന്ന് പറയുന്നത് ശക്തിയാണ്. അറിവ് ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ അറിവ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ അറിവെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ളതാണ്. ഇന്ന് അല്പ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ
അടുത്ത് നിൽക്കുന്നവനെ അറിഞ്ഞുകൂടാത്തവരാണ് ഇന്ന് അനേകർ. അറിവുണ്ടെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ മടിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് ഉതകുന്ന വിധത്തിൽ ആയിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വിധത്തിൽ ആയിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന അറിവുകളെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്കൊരുങ്ങാമോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. അതിനുവേണ്ടി നമ്മെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഓരോ ദിവസവും ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമേ, ഉയരത്തിലെ ജ്ഞാനം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അവിടുന്ന് സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ? അതിന് ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല ദിവസത്തിനായി നന്ദി. അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അറിവിൽ പറഞ്ഞവരുണ്ട്, അറിവ് കൂടിയവരുണ്ട്. വ്യത്യസ്തമായ അനുഭവത്തിലാണ് അങ്ങ് ജനത്തെ നയിക്കുന്നത്. എങ്കിലും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് പഠിപ്പിച്ച കർത്താവേ, അവിടുന്ന് അങ്ങേ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് തിരിച്ചറിയുവാൻ ജനത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അറിവ് ശക്തിയാണെന്ന് മനസ്സിലാക്കി അങ്ങ് നൽകിയിരിക്കുന്ന അറിവ് യഥായോഗ്യം പ്രവർത്തിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഈ അറിവ് ദൈവത്തിന്റെ ദാനമാണെന്നും ആ ദാനമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടതാണെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ അറിവിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, തിന്മകളെ അല്ല, മനുഷ്യനെ ദ്രോഹിക്കുന്നതല്ല, മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നതല്ല, പിന്നെയോ മനുഷ്യന്റെ നന്മയ്ക്കും സഹജീവികളുടെ അനുഗ്രഹത്തിനും എപ്പോഴും ഉതകുന്ന വിധത്തിൽ ശരിയായ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജ്ഞാനത്തോട് പ്രവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഭവനങ്ങളിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, വേദനയിലായിരിക്കുന്നവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല മക്കൾക്ക് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, നല്ല അറിവ് ദൈവം അവർക്ക് നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹത്തോട് കാത്തുകൊള്ളണം. സകല മഹത്വവും അവിടുന്ന് സ്വീകരിച്ചാലും യേശു മശിഹാ മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കട്ടെ. പിതാവ്, പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നാം ഇവരോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ.